കുഞ്ഞു നമ്മുടെ ബേബി ആൻറ്റിയുടെ മോളല്ലേ? ആ കൊള്ളാലോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്താ അല്ലേ ഇപ്പോഴത്തെ പിള്ളേരൊരു ധൈര്യം, അവരൊരു റിലേഷനൊക്കെ ഓപ്പൺ ആയിട്ട് സ്റ്റോറി ഇടുക. എന്നെ കൊണ്ടൊന്നും പറ്റില്ല എൻ്റെ അമ്മ. ഇപ്പോഴത്തെ പിള്ളേർ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ് മാമ. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് പബ്ലിക്കാക്കി ഞങ്ങൾക്ക് ആരുടെയും സഹായത്തിൻ്റെ ആവശ്യമില്ല. എടീ, നമ്മളൊരാളെ ഇങ്ങനെ സ്നേഹിക്കുക, എന്നിട്ട് അയാൾക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക, അത് രസമുള്ള പരിപാടിയാണ്. നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നിട്ട് ആ കാത്തിരിപ്പിന്റെ കഥ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞു. മാമ പറ അതേതാക്ക. ചുമ്മാ ഞാൻ എങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം നിങ്ങളോട് പറയാറില്ലേ? നിങ്ങൾക്ക് എന്താ പറഞ്ഞ പറ. എടി അതൊന്നാമത് ഭയങ്കര നീളമുള്ള കഥയാണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ബോറടിക്കും, സമയം പോകും. എനിക്ക് ബോറടിക്കത്തില്ല, എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. മാം പറ എന്താ കഥ? പറ 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 പറയാ പറ മാമ. പറയുവാണെങ്കിൽ ഞായറാഴ്ച കുർബാന കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പള്ളിയിൽ കൊണ്ടു നിൽക്കുക. കുർബാന കഴിഞ്ഞ് വീട്ടിലേക്ക് പോകണോ അല്ല വേറെ എവിടെയെങ്കിലും പോകണോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പള്ളിയുടെ വാതിക്കൽ വെച്ചിട്ട് മറിയനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അറിയാനാ പേര്? നല്ല പേര്. ആ എന്നിട്ട് നല്ല നീണ്ട മുടി, നല്ല ഭംഗിയുള്ള വിടർന്ന കണ്ണുകളൊക്കെ ഉള്ള ഒരു കൊച്ച്. ഞാൻ അവളെ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു. ശ്രദ്ധിക്കാൻ മാത്രമുള്ള പ്രത്യേകതകളുണ്ടോ എന്നറിയില്ല, പക്ഷേ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റണമായിരുന്നു. പിന്നെ അവളെ കാണാൻ വേണ്ടി മാത്രം ഞാൻ പള്ളിയിൽ പോരായിരുന്നു. അവൾ പോകുന്ന സ്ഥലത്തെല്ലാം പോകും. പതിയെ പതിയെ ഞാനൊരു കാര്യം മനസ്സിലാക്കി. എന്താ? അവൾ ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതെങ്ങനെ? നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കോണ്ടാക്ട് ഉണ്ടായിരുന്നോ? എൻ്റെ കുഞ്ഞു, ഇന്നത്തെ പോലെയാണ് അന്നൊക്കെ. ആകെ കാണാൻ പറ്റുന്ന ആ ഞായറാഴ്ചത്തെ കുർബാനയുടെ സമയത്താണ്, അത് അരമണിക്കൂർ. അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ആ അരമണിക്കൂർ നേരമായിരുന്നു. ഒരാഴ്ചത്തെ കുർബാന കഴിഞ്ഞ് അടുത്ത ആഴ്ചയിലേക്കുണ്ടല്ലോ, ഒരാണ്ടിൻ്റെ ദൂരമായിരുന്നു. അവളോട് അടുത്തിരിക്കാനായിട്ട് എന്ത് ആഗ്രഹമായിരുന്നു അറിയാം എനിക്ക്. അവളുടെ നോട്ടം, അവളുടെ ഒരു ടച്ച്, എനിക്ക് എന്ത് ഇഷ്ടമായിരുന്നു അതാണ്. എന്നിട്ട് എന്താ ഉണ്ടായി മാമ? ഒരു ദിവസം അവളുടെ കോള് വന്ന്. അന്നത്തെ കാലത്ത് ഒരു കോൾ വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. കുഞ്ഞിന് ഓർമ്മയുണ്ട് എൻ്റെ ഒരു ഫോൺ, ഒരു ചെറുത്, ആ ചുമന്ന ഫോൺ. അത് വാങ്ങിച്ചിട്ട് അധികം ദിവസമായില്ല. എനിക്ക് ആക്ച്വലി അവളുടെ കോൾ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. വിളിച്ചിട്ടപ്പോൾ പെട്ടെന്ന് പറഞ്ഞ് വേഗം വരാൻ പറ്റുമെന്ന് ചോദിച്ചു. പെട്ടെന്ന് കട്ട് ചെയ്യുകയും ചെയ്തു. എനിക്ക് വേണം അടുത്ത ആരും ഉണ്ടാകുമെന്ന് വിചാരിച്ചു. ഞാൻ ഓടിപ്പടച്ച് അവിടെ ചെന്നു. ഞങ്ങൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്നൊരു സ്പോട്ടുണ്ട്, ലൈക്ക് അവളുടെ വീടിൻ്റെ പുറകുവശത്തായിട്ട് കിച്ചൻ്റെ സൈഡിൽ. ഞാനവിടെ ചെന്ന് നിന്നപ്പോൾ ലൈറ്റ് ഓണായി കിച്ചണിൽ. ആ കിച്ചൺ വാതിലും തുറന്ന് അവൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. സത്യത്തിൽ കെട്ടിപ്പിടിച്ച് അവൾ കരയായിരുന്നു. എനിക്കത് എന്താണ് കാര്യം എന്ന് ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പുറയുന്നൊരു അടിയുണ്ട്. എൻ്റെ കണ്ണ് മഞ്ഞളിച്ചു വന്നു. കണ്ണ് തുറക്കുമ്പോൾ അവളുടെ ചേട്ടനും അച്ഛന്മാരെല്ലാവരും കൂടെ പിടിച്ചു വലിച്ചുകൊണ്ട് അകത്തിട്ട് പോവുക. എന്നെ ഒരുപാട് തെറ്റി. ബോധം വരുമ്പോൾ ഞാൻ എൻ്റെ റൂമിലാണ്. എങ്ങനെ എത്തിയെന്ന് പോലും എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി. 10-20 വയസ്സല്ലേ ഉള്ളൂ. 2-3 മാസം പുറത്തേ ഇറങ്ങിയില്ല. പിന്നെ ധൈര്യം സമ്പാദിച്ച് എങ്ങനെയൊക്കെയോ അവളുടെ വീടിൻ്റെ അടുത്തോട്ട് പോയപ്പോൾ ആ വീട് പൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മാമൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല, പിന്നെ കണ്ടിട്ടില്ല? ഇല്ല. ഏതെങ്കിലും ആൾക്കൂട്ടത്തിലോ അല്ലെങ്കിൽ അവളെപ്പോലെ ഇരിക്കുന്ന വേറെ ആരെങ്കിലും വഴി കൂടി പോകുമ്പോഴൊക്കെ ഒരു ആന്തരം. എന്തിന് ഇപ്പോഴും കൂടി ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കും. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവളെ സ്നേഹിച്ച പോലെ എനിക്ക് ഇനി ഒരാളെ സ്നേഹിക്കാൻ പറ്റില്ല. ഞാൻ എനിക്കറിയാണ്. മതി 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 കഥയൊക്കെ കേട്ടോ. മതി, എഴുന്നേറ്റ് എന്നിട്ട് പോയാ നല്ല കഥയായിരുന്നു. ബാക്കിയും കൂടെ പറ. എനിക്ക് കഥ ഇവിടെ, ബാക്കിയുള്ളവൻ്റെ നെഞ്ചുരുക്കി കിടക്കുക. മതി, എന്നിട്ട് പോ. ബാക്കിയും കൂടെ പറ. ഓടി നമ്മളോടൊന്നും കഥയും പറയാൻ പറ്റും.
ഇപ്പോഴും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ വഴി കൂടി നടന്നു പോകുന്ന സമയത്ത് എപ്പോഴെങ്കിലും അവളെപ്പോലെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഉള്ളിലൊരാന്തലാണ്.